യുദ്ധത്തിനിടെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ രഹസ്യ നീക്കം പുറത്ത്. ഓപ്പറേഷൻ ലയൺ സ്റ്റോർ നടക്കുന്നതിനിടെ തന്നെ നെതന്യാഹു യുഎഇയിൽ രഹസ്യ സന്ദർശനം നടത്തിയതായിട്ടുള്ള നിർണായക വെളിപ്പെടുത്തലാണ് പുറത്തു വന്നിരിക്കുന്നത്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി തന്നെ അദ്ദേഹം അടിയന്തര കൂടിക്കാഴ്ച നടത്തി എന്നതാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ യുദ്ധ തീവ്രത ഉയരുന്നതിനിടയിലുണ്ടായ ഈ രഹസ്യ ചർച്ചകൾക്ക് പിന്നിലെ അജണ്ട എന്താണ് എന്ന ചോദ്യമാണ് ഉയരുന്നത്. അതേപോലെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ യുഎഇയുടെ പുതിയ നീക്കം എന്താകുമെന്നും ലോകരാഷ്ട്രങ്ങളിൽ വൻ ചലനങ്ങൾക്ക് ഇത് വഴിയൊരുക്കുമോ എന്ന ചോദ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയാണ്. മിഡിൽ ഈസ്റ്റിലെ അറബ് രാജ്യങ്ങളുടെ നിലപാടിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റം ഉണ്ടാകുമോ എന്നതാണ് മാത്രമല്ല അദ്ദേഹത്തിന്റെ ഈ സന്ദർശനത്തോടുകൂടി തന്നെ ഇവിടെ വ്യക്തമാവുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ഈ കൂടിക്കാഴ്ച അതീവ രഹസ്യമായിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. യാത്രയുടെ വിശദാംശങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളും അവിടെ പരസ്യപ്പെടുത്തിയിട്ടില്ല എന്നത് അല്ലെങ്കിൽ പരസ്യപ്പെടുത്താതെ തന്നെയാണ് നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇസ്രായേലും യുഎഇയും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി തന്നെ ശക്തി പ്രാപിച്ചു വരികയാണ്. എബ്രഹാം കരാറിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും തുറന്ന നയതന്ത്ര ബന്ധത്തിലേക്ക് കടന്നതെന്നും എന്നാൽ ഇപ്പോഴത്തെ കൂടിക്കാഴ്ച സാധാരണ നയതന്ത്ര ചർച്ചകളെക്കാൾ ഏറെ പ്രാധാന്യമുള്ളതാണ് എന്നതാണ് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകരടക്കം വിലയിരുത്തുന്നത്. അതേസമയം ഇറാനെ നേരിടാനുള്ള പ്രാദേശിക സഖ്യം ശക്തിപ്പെടുത്താനുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം ഈ കൂടിക്കാഴ്ചയെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീഷണി ശക്തമാകുന്നതിനിടെ തന്നെ ഈ വെളിപ്പെടുത്തൽ ലോക രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചയായി തന്നെ മാറിയിരിക്കുകയാണ്. ഇറാനുമായുള്ള യുദ്ധത്തിനിടെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രാജ്യം സന്ദർശിച്ചതായിട്ടുള്ള അവകാശവാദം എന്നാൽ യുഎഇ ആകട്ടെ അപ്പാടെ തള്ളിക്കൊണ്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. നെതന്യാഹുവിന്റെ ഓഫീസാണ് യുഎഇ സന്ദർശിച്ച കാര്യം എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ചോ ഇസ്രായേലി സൈനിക പ്രതിനിധിയെ സ്വീകരിക്കുന്നതിനെ കുറിച്ചോ ഉള്ള റിപ്പോർട്ടുകൾ ഇവിടെ നിഷേധിക്കുന്നതായി തന്നെ യുഎഇ വിദേശകാര്യ മന്ത്രാലയം ഒരു പ്രസ്താവനയിലൂടെ അറിയിച്ചിരിക്കുകയാണ്. നെതന്യാഹു യുഎഇ സന്ദർശിക്കുകയും പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദുമായി തന്നെ കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തതായാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇസ്രായേലും യുഎഇയും തമ്മിലുള്ള ബന്ധത്തിൽ ചരിത്രപരമായ ഒരു വഴിത്തിരിവാണ് ഈ സന്ദർശനം ഇവിടെ സൃഷ്ടിച്ചതെന്നും നെതന്യാഹുവിന്റെ ഓഫീസ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. നെതന്യാഹുവിന്റെ ഓഫീസിൽ വെളിപ്പെടുത്തലിന് പിന്നാലെ തന്നെ അവിടെ വലിയ രീതിയിൽ ഇറാനാകട്ടെ ശക്തമായ മുന്നറിയിപ്പുമായിട്ടാണ് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിൽ എണ്ണി ഓരോന്നിനായി തന്നെ കണക്ക് പറയിപ്പിക്കുമെന്ന മുന്നറിയിപ്പാണ് നൽകുന്നത്. ഇറാനിയൻ സുരക്ഷാ വിഭാഗങ്ങൾ നേരത്തെ കൈമാറിയ കാര്യങ്ങളാണ് നെതന്യാഹു ഇപ്പോൾ പരസ്യമായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്നതാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രിയായ അബ്ബാസ് അരാക്ചി അദ്ദേഹത്തിന്റെ എക്സ് പോസ്റ്റിലൂടെ തന്നെ കുറിച്ചിരിക്കുന്നത്. ഇസ്രായേലുമായി തന്നെ കൂട്ടുനിൽക്കുന്ന വിഡ്ഢിത്തപരവും ഇസ്രായേലുമായി ഇത്തരത്തിൽ കൂട്ടുനിൽക്കുന്നത് വിഡ്ഢിത്തപരമാണ്, അത് പൊറുക്കാനാവാത്തതാണ് എന്നതാണ് അദ്ദേഹം പറയുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.